വെൽക്കം ടു ഡ്രീം ലൈഫ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇവിടെ ഞാൻ വീട്ടിലെടുക്കുമ്പോൾ കണ്ണേട്ടൻ അവിടെയും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ണേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് അക്കൂനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ട് അവനിന്ന് വൈകുന്നേരം വരേണ്ട 3:30 വരെ ക്ലാസ് ഉണ്ട്. പക്ഷെ നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട് ഉച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണേട്ടൻ ആദ്യം നടന്നു വരുന്നത് അവനെന്തോ വാട്ടർ ബോട്ടിൽ എന്തോ മറന്നു വെച്ചിട്ട് അവൻ തിരിച്ചു പോവുമായിരുന്നു കേട്ടോ ഗൈസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവല്ല നമ്മുടെ ഷൂട്ട് നടക്കില്ലല്ലോ. അപ്പോൾ അവനെയും കൂട്ടിയിട്ട് അങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനെ ഉച്ചയ്ക്ക് കൂട്ടിയിട്ട് അവർ വരികയാണ് കേട്ടോ എൻ്റെ അടുത്തേക്ക്. മുല്ലപ്പൂ വാങ്ങിക്കാൻ പറഞ്ഞതൊക്കെ രാവിലെ പോയ ആൾക്കാരാണ്. ഏകദേശം ഇപ്പൊ സമയം 2:30 ആയിട്ടു. എനിക്ക് തുടങ്ങിയത് 10:30-ക്കാണ്. അടച്ചിട്ടില്ല. അതിന് മുന്നേ ഞങ്ങൾ ചാടിപ്പോകുന്നതാണ് ഗൈസ്. അപ്പൊ നമ്മുടെ മേക്കപ്പ് എന്തായാലും ഞങ്ങൾ നോക്കാട്ടെ നമുക്ക്. അയ്യോ ആളില്ലാണ്ടല്ലായിരുന്നു ഇത്ര നേരം. താഴെ ഇറങ്ങടാ കുഞ്ഞാപ്പിയെ ഒന്ന് പറഞ്ഞത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഡ്രീം ലൈഫ്. ഓ, അതൊക്കെ ഉണ്ടോ? ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഫാമിലിയിൽ വരാൻ പോകുന്ന പുതിയ അതിഥി ഡുണ്ടു. അതെ, ആര്യ നന്ദ. അതെ, വിളിച്ചിട്ടൊന്നുമില്ല, വെറുതെ ഞങ്ങളുടെ കൂടെ അങ്ങനെ. എപ്പോ വണ്ടി സ്റ്റാർട്ട് ആർത്താള് എപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്താലും ഇവിടെ സിഗ്നൽ കിട്ടും. കല്യാണ പെണ്ണ്, കല്യാണ ചെക്കൻ റീക്രിയേഷൻ ചെയ്യാൻ പോവാ. കല്യാണം വളകാപ്പാണ്, വളകാപ്പ്. അപ്പോൾ കഴിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാടെ ഇവിടെ എത്തിയിട്ടോ. ഈ റിസോർട്ടിലെത്തി. സത്യം പറഞ്ഞാൽ റിസോർട്ടിൻ്റെ ഫുൾ നെയിം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, തെറ്റിച്ച് പറയണ്ടല്ലോ. അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി. ഇതിപ്പോൾ ബ്രദർ തന്നെയായിരുന്നു ഫോട്ടോഗ്രാഫി. അവൻ ഏർപ്പാടാക്കി അവൻ്റെ വീടിൻ്റെ അടുത്ത പ്ലേസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ സ്ഥലം. നല്ല രസമുള്ള അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനും ഞാനും ഫോട്ടോ എടുക്കാനുള്ളത് തുടങ്ങി കേട്ടോ. ഇവർ 4 പേര് എന്തിനാ വന്നതെന്ന് കൂടിക്കാറില്ല. 4 പേര് അവിടെ എന്തൊക്കെയോ കാണിക്കണ്ടായിരുന്നു കേട്ടോ. കണ്ണേട്ടൻ അവൻ്റെ വഴിക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇവർ 3 പേര് ഇവരുടെ വഴിക്ക് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ എൻഗേജ്മെൻറ്റ്, ഇവരുടെയും കുറച്ച് ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ നമ്മുടെ പിന്നാലെ കൂടിയിട്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഇവരെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് അക്കു ഭയങ്കര കുറുമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ മേച്ച് നടക്കലാണ് ഇവരുടെ പ്രധാന ജോലി. എന്നെ നോക്കിയിട്ടേ ഇല്ല. ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഇവർ കാണുന്ന പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് 2 ഡ്രസ്സിൽ ഷൂട്ട് ഉണ്ടായിരുന്നു ഗൈസ്. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കയറിയിട്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇവർ എടുത്തിട്ടില്ല ഗൈസ്. അപ്പോൾ എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റൊക്കെ ഔട്ട് ആവണ മുന്നേ ഫോട്ടോസ് എടുക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മഴ നന്നായി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തൊക്കെ വെറുതെ അതായിരുന്നു അവരുടെ കോസ്റ്റ്യൂം. വൈറ്റ്, ടെൻറ്റിയും വൈറ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇവർ ഊരിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് നമ്മളിത് എടുക്കാതെ നമ്മൾ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകും. നമുക്ക് വിശപ്പ് നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ, കാരണം കുറേ നേരം ഷൂട്ടിന് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടും പിന്നെ എവിടേക്കൊക്കെ പോകാണ്ടായിരുന്നു. വാണിയംകുളം, ഞങ്ങൾ വാണിയംകുളത്ത് പോയിട്ടാട്ടോ ഗൈസ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ വാണിയംകുളം പേരമൗണ്ട് ആ റിസോർട്ട് എന്ന് പറഞ്ഞു ഗൈസ് റെസ്റ്റോറൻറ്റിലെത്തിയിട്ടോ. ഞാൻ ഇതുവരെ പോയിട്ടില്ല. കണ്ണേട്ടൻ പിന്നെ വാണിയംകുളത്ത് ആയത് കാരണം എപ്പോഴും അവിടെ പോകാനടുത്ത് ഫുഡ് നന്നായിട്ടുണ്ട്. പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഫുഡ്. എനിക്കും അനിയത്തിക്കും വേണ്ടിയിട്ട് കണ്ടിട്ട് അവിടുത്തെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ബീഫ് ചില്ലി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടോ. അപ്പോൾ കണ്ടതും ആശാൻ പറയുകയാണെങ്കിൽ ഫുഡൊന്നും വേണ്ട, ഞാൻ കളിക്കുകയാണ് എന്ന്. കാരണം അവിടെ കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തൊക്കെയോ കുറേ പാർക്ക് പോലെ ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ കേട്ടോ. ഇവനത് മതിയല്ലോ, അവൻ പാർക്കിൽ കയറട്ടെ പറഞ്ഞു. എനിക്ക് ഒരു കഴിക്കാൻ അവർ വലിച്ചു കൊണ്ടുവന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം കളിക്കാന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്തായിരുന്നു, പനീർ ബട്ടർ മസാലയും ചിക്കൻ കറിയും, ചിക്കൻ പൊലത്ത് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ കഴിച്ചത്. എനിക്ക് വലിയ ഇഷ്ടമായില്ല. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തു. കോഫിയും പിന്നെ ലൈമും അതൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. നല്ല ഫുഡായിരുന്നു കേട്ടോ. ചിക്കൻ കറി മാത്രം എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. പനീർ ബട്ടർ മസാല ഞാൻ പണ്ട് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് ആർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നന്നായിരിക്കില്ല. അപ്പോൾ കണ്ണേട്ടൻ്റെ നിർബന്ധം ബട്ടൂരി
നമ്മൾ പിന്നെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞു ഇവിടുത്തെ ഒന്ന് കഴിച്ച് നോക്ക് പറഞ്ഞിട്ട്, അങ്ങനെ ആര്യ അന്ന് നോൺ വെജ് ആയിരുന്നു കേട്ടോ. അല്ല സോറി, വെജിറ്റേറിയൻ ആണ്. ആര്യ വെജിറ്റേറിയൻ അല്ല, പക്ഷെ അവൾക്ക് അവിടെ എന്തോ ഒരു പൂജ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് അവൾ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് നോൺ വെജ് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതും കൂടി ഓർഡർ ചെയ്തു. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി ഗായ്സ്. ആ ഒരു എന്താ പറയുക, ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ കുറവായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം, കൂടുതൽ മസാലാസ് ഒന്നും ഇല്ലാതെ. അപ്പോൾ ഇവർ രണ്ടുപേരും അവരുടെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളാവും സംസാരിക്കുന്നത്. എന്താ സംസാരിച്ചെന്ന് അറിയില്ല, കണ്ടിട്ട് സൂം ചെയ്തെടുത്തിട്ട് കേട്ടോ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവനെ ഇതൊക്കെ കിട്ടിങ്ങനെ വരികയല്ലേ ഗായ്സ്. അവനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ ഗായ്സ് കുറേ ദിവസത്തെ എൻ്റെ ഓട്ടപ്പാച്ചൻ്റെ ഗൈസ് രണ്ട് കാര്യം വാങ്ങാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അപ്പൊ തന്നെ എന്റെ കുറ്റം പറയാൻ വേണ്ടി വീഡിയോ എടുക്കണമല്ലോ. കൊറേ ദിവസമായിട്ട് തുറന്നത് ഇപ്പൊ അതാ പറയണത്. ഇവിടെ അവിടുത്തെ കാര്യങ്ങൾ ആരും പറയും, എന്നിട്ടല്ലേ ബാക്കി പറയാ. ദിവസമായിട്ട് ഞാന് കൊറേ ദിവസമായിട്ട് ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കായിരുന്നു. ഇവരെ കുത്തിപ്പൊക്കി കൊണ്ടുപോയിട്ടോ. എന്നിട്ട് ഇന്നലെ കൂടി ഷൂട്ട് എടുത്തിട്ടേക്ക് സത്യം പറഞ്ഞ ഡ്രസ്സിക്ക് കൊള്ളില്ലായിരുന്നു. ഡ്രസ് ഭയങ്കര ടൈറ്റ് ആയിട്ടായിരുന്നു കേട്ടോ. എത്ര രൂപ കൊടുത്ത് എത്ര ഡ്രസ്സാ ഗൈസ്. പക്ഷെ എനിക്ക് ടൈറ്റ് ആയി പോയി. എന്നിട്ട് ഞാൻ ഇവരോട് രണ്ട് കാര്യമാണ് ഇവരോട് ഒറ്റയ്ക്ക് ചെയ്യാൻ പോകുന്നത്. മുല്ലപ്പൂ വാങ്ങി വരാൻ. നല്ല മുല്ലപ്പൂ കിട്ടിയില്ലോ. അത് നിങ്ങക്ക് ഫോട്ടോയില് അത് മാത്രം ഒരു മിസ്റ്റേക്ക് ആ ഫോട്ടോയില്. പിന്നെ ഞങ്ങള് ഡ്രസ്സൊക്കെ എടുത്തത് എന്താ പറയാ പാലക്കാസിയോ. ഒരു മിനിറ്റ് ഇതിനൊന്നാദ്യം ഒതുക്കിരുത്തട്ടെ. അതോടെ പറഞ്ഞോട്ടെ. ഇത് അതേ കോപ്പറയാൻ കാണിക്കാണ്. കുഞ്ഞാണ്ടി ഒതുങ്ങിരിക്കും. എനിക്കുള്ള ഡ്രസ്സ് കിട്ടിയത് ഫാസിയോ, പാലക്കാട്. ഇവന് സ്റ്റുഡിയോന്ന് കിട്ടി. അല്ല അനക്ക് കിട്ടിയില്ലേ എന്ത് പാന്റ് കിട്ടി. അവന് ഫാസിയോന്ന് പാന്റ് കിട്ടി. ഇവർക്ക് ബാക്കിയൊക്കെ സ്റ്റുഡിയോന്ന് കിട്ടി. അക്കോന് തന്നെ ലാസ്റ്റ് നമ്മുടെ എന്താ പറയാ എടുത്തൊന്ന് ഒറ്റപ്പാലെന്ന് പറയാൻ പറ്റില്ല, കയ്യെത്താന്ന് കിട്ടിട്ടോ ഗൈസ്. പക്ഷെ ഓവറോൾ എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ കിടക്കാച്ചി കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ആഡ് ചെയ്യാം ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം. കിട്ടാണ്ട് കുറച്ചും കൂടി കിട്ടിയതൊക്കെ ഇതിൽ ആഡ് ചെയ്യാം ഗൈസ്. ബാക്കി നിങ്ങൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഗൈസ് എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് തന്നത് നാസ് മേക്ക് ഓവർ ആണ് കേട്ടോ. എന്താ പറയാ, താത്ത നന്നായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ പ്രഗ്നന്റ് ആയത് കാരണം താത്ത 10 മണിക്ക് ഇവിടെ എത്തി. 10 മണി to 3 മണി വരെ എന്നെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. കാരണം എനിക്ക് ഫിസിക്കലി എനിക്ക് കുറെ നേരം ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് ഞാൻ കുറച്ച് വീക്കായ കാരണം എന്താ പറയാ, ഇരിക്കാൻ പറ്റില്ല. ഒരുപാട് നേരം ഇരിക്കാൻ പറ്റില്ല. പ്രഗ്നന്റ് ആയ കാരണം മേക്കപ്പ് ഒരുപാട് നേരം നിന്ന് ചെയ്യാൻ പറ്റില്ല, ഇരുന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുറെ നേരം നടക്കുക ഇരിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് കുറെ ടൈം എടുത്തു കിട്ടും. അപ്പൊ താത്ത എനിക്ക് എന്താ പറയാ എനിക്ക് കൊളാബ് ചെയ്ത് തന്നതാണ്. അപ്പൊ ബാക്കിലൊക്കെ എന്തൊക്കെയാ കാണിച്ചത്, കൊളാബ് ചെയ്ത് തന്നതാണ്. അത് പട്ടാമ്പിന്ന് വന്നിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്ത് തന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് താത്തന്റെ മേക്കപ്പ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ പറയാ ഇവിടെ ഒറ്റപ്പാലെന്നല്ല പാലക്കാട് തുറക്കണ്ട, ഇത് കഴിഞ്ഞിട്ട് തുറക്കാം. അപ്പോൾ താത്താനെ കോണ്ടാക്ട് ചെയ്യണം. നമ്മൾ ഇത് കൊടുക്കാം കേട്ടോ. താത്താൻ്റെ ഇൻസ്റ്റ ഐഡി ഒക്കെ ഇതിൽ കൊടുക്കാം. അതേപോലെ തന്നെ എന്താ ഫോട്ടോഗ്രാഫി ബ്രദർ തന്നെ ആയിരുന്നു, അവൻ്റെ ഇൻസ്റ്റ ഐഡി നമ്മളിതിൽ കൊടുക്കാം. നല്ല ഫോട്ടോഗ്രാഫി ആയിരുന്നു കേട്ടോ. കുറച്ച് സമയം കൊണ്ട് കുറച്ച് നല്ല കുറച്ച് ഫോട്ടോസ് കിട്ടി. ടൈം കിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ ഈവനിങ് ആയപ്പോ പിന്നെ മേക്കപ്പ് കുറച്ച് ചേച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്ക് അത്യാവശ്യം റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞാൻ ചെയ്തു തന്നപ്പോൾ സമയം കുറച്ച്. പിന്നെ മേക്കപ്പ് ഒന്നും തുടച്ച് കളയാനുള്ള ഒരു ഇതൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പൊ ഞാൻ അതിൽ തന്നെയാണ് സെക്കൻഡ് ഫോട്ടോ എടുത്തത്. അതിന്റെ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, അതൊക്കെ അറിയില്ല. പക്ഷെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞത്. അവൻ കുഴപ്പമൊന്നുമില്ല മേക്കപ്പ്. ഇതിന് താത്തൻ്റെോട് പറഞ്ഞത് മേക്കപ്പ് രണ്ടും പാടെ സൂട്ട് ആവുന്ന ചെയ്തെന്നാ പറഞ്ഞിട്ടോ. പക്ഷെ അറിയില്ല, ഇടയ്ക്ക് രണ്ടാമത്തെ ഫോട്ടോയിൽ കുറച്ച് മേക്കപ്പ് ഓവറായ പോലെ തോന്നി. പക്ഷെ ഫസ്റ്റ് താത്ത ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പൊ പിന്നെ ഈ സമയത്തുള്ള ഒരു ചെറിയ ആഗ്രഹമായിരുന്നു. അപ്പൊ അത് ഞങ്ങള് യൂട്യൂബ് ഉള്ളതുകൊണ്ടൊന്നല്ല കേട്ടോ അക്കൗണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അക്കൗണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ വളകാപ്പ് ട്രെൻഡിങ് ആയിരുന്നില്ല കേട്ടോ. അപ്പൊ ഇപ്പൊ വളകാപ്പ് ട്രെൻഡിങ് ആണ്. അപ്പൊ വളകാപ്പിന്റെ ഫോട്ടോസ് വളകാപ്പ് നടത്തുന്ന ആദ്യം വിചാരിച്ച്, പിന്നെ എനിക്ക് വൈകിയ എപ്പോഴും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വൈകിയ. അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട. അപ്പൊ എന്റെ ഇതേപോലെ ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ബ്യൂട്ടീഷ്യൻ കൊളാബ് ചെയ്ത് തരാറുണ്ട്. അപ്പൊ താത്ത കുറെ പറഞ്ഞു താത്താനെ വളകാപ്പ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അപ്പൊ താത്ത അങ്ങനെ വന്നു നമുക്ക് ചെയ്ത് തന്നു കേട്ടോ. അപ്പൊ താത്താക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ഒക്കെ നമ്മള് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് നോക്കി. പക്ഷെ നടന്നില്ല ഗൈസ്, അത് നടക്കില്ല.
നടക്കില്ലല്ലോ, ഏയ് ഇപ്പം നമുക്ക് നടക്കില്ല. ബ്ലൗസ് ഒക്കെ ബാക്കിൽ, ബ്ലൗസ് ചെയ്ത് തന്നത് ഇവിടുത്തെ ഒറ്റപ്പാലത്ത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. ബ്ലൗസ് ഒക്കെ ബാക്കിൽ ഒരുപാട് ഡിസൈൻ ഉണ്ട്, പക്ഷെ ഒന്നും കാണിച്ചിട്ടുള്ള പിക്സ് ഒന്നും ഉണ്ട്. കിട്ടിയിട്ടില്ല. പിക്സ് ഒക്കെ പാടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ എന്താ പറയാ ഷോർട്സ് ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിൽ കിട്ടിയ പിക്സ് നമ്മൾ കുറച്ച് ഇതിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇനിയിപ്പോ 8 മാസം കഴിഞ്ഞു, ഇനി എല്ലാം കഴിഞ്ഞു, റെസ്റ്റ് ആണ് ഇനി. ഇനി കുഞ്ഞാവ വരാനുള്ള സമയം വെയിറ്റിംഗ് ആണ്. ഇനി കുഞ്ഞാവിടെ പർച്ചേസിങ് ഇപ്പൊ ചെയ്യണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ നാളെ ഡോക്ടർക്ക് പോയി കഴിഞ്ഞിട്ട് ഡോക്ടറിന് എന്താ വരാൻ പറയാൻ നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒക്കെ ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാട്ടോ. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണാം, മാക്സിമം ഫുൾ വീഡിയോ കാണാൻ നോക്കുക. അതുപോലെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങോട്ട് വരട്ടെ. നമ്മുടെ മിസ്റ്റേക്ക് ആയിട്ട് നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം എന്തായാലും നല്ല വീഡിയോസ് ഉണ്ടാവും. നമ്മുടെ കുഞ്ഞാവയുടെ വരവും കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് ചെയ്യണതാണ്. കുറച്ചുകൂടി ഞങ്ങൾ ആക്റ്റീവ് ആണെന്ന് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ വേറെ കുറച്ച് തിരക്കുകൾ കാരണം ഞങ്ങളിങ്ങനെ കുറച്ച് വിട്ടുപോകണം. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുക. അപ്പൊ നമുക്ക് വീഡിയോ എടുത്തിട്ട് ഫോൺ വാങ്ങി തന്നിട്ടുണ്ട് വെറുതെ. നല്ല ഫോണാ ഗൈസ്. അപ്പൊ അത്ര തന്നെ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ കണ്ടവരെ ഫോട്ടോസ് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യണേ. കളിക്കുന്നുണ്ട്. ബൈ ബൈ. ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട്. സ്കൂളിൽ ലീവാട്ടോ. അവന് ചെറിയൊരു പനി ജലദോഷമൊക്കെ കാരണം ലീവാണ് 2 ദിവസമായിട്ട്. പക്ഷെ കുട്ടി ഒന്നും പഠിക്കുന്നില്ല. സ്കൂളിന് പനിയോ? അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.